എന്താണ് ശരിക്കും നമ്മുടെ ഭൂമിക്കകത്തുള്ളത്? അതെ, സ്പേസ് പോലെ തന്നെ ഭൂമിയും നമുക്ക് മുന്നിൽ ഇന്നും വലിയൊരു മിസ്റ്ററിയാണ്. പ്രധാനമായും നമ്മൾ ഭൂമിയുടെ ഉൾവശത്തെക്കുറിച്ച് പഠിക്കുന്നത് 3 രീതികളിലാണ്. വോൾക്കാനിക് ആക്ടിവിറ്റികൾ, ഭൂമികുലുക്കം, സീസ്മിക് തരംഗങ്ങൾ തുടങ്ങിയവയാണത്. പ്രധാനമായും ഭൂമിയുടെ ഉൾവശത്തെ നമ്മൾ 4 ലെയറുകളായി തിരിച്ചിട്ടുണ്ട്. ക്രസ്റ്റ്, മാന്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ എന്നിങ്ങനെയാണ് അവ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 70 കിലോമീറ്ററോളമാണ് ക്രസ്റ്റ് നിലനിൽക്കുന്നത്. 900 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ മാക്സിമം താപനില. ഏതാണ്ട് 70 മുതൽ 2900 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് മാന്റിൽ. ഇവിടുത്തെ മാക്സിമം താപനില ഏതാണ്ട് 3700 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2900 മുതൽ 5150 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് ഔട്ടർ കോർ. ഏതാണ്ട് 5000 ഡിഗ്രി സെൽഷ്യസോളം താപനിലയുള്ള ഈ ഒരു ഭാഗം ദ്രാവക രൂപത്തിലാണുള്ളത്. പ്രധാനമായും അയൺ, നിക്കൽ, സിലിക്കൺ തുടങ്ങിയ മൂലകങ്ങളാണ് ഇവിടെ മോൾട്ടൻ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ മോൾട്ടൻ രൂപത്തിലുള്ള ഈ ഭാഗം ഭൂമിക്കുള്ളിൽ റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമൂലമാണ് നമ്മുടെ ഭൂമിക്ക് ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഇനി ഏറ്റവും അവസാനമായി വരുന്ന ഭാഗമാണ് ഇന്നർ കോർ. ഏതാണ്ട് 6000 ഡിഗ്രി സെൽഷ്യസോളം താപനിലയുള്ള ഇന്നർ കോർ ഔട്ടർ കോറിനുള്ളിൽ ഒരു സോളിഡ് ബോൾ പോലെയാണുള്ളത്. പ്രധാനമായും അയൺ, നിക്കൽ, പ്ലാറ്റിനം, ഗോൾഡ്, ഓക്സിജൻ, സൾഫർ തുടങ്ങിയ മൂലകങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഇന്നർ കോർ ഔട്ടർ കോറിനുള്ളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നർ കോറിന്റെ ഈ കറക്കവും ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്.